നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. റോഡിൽ അമിത വേഗത്തിൽ പാഞ്ഞും നിയമങ്ങൾ കാറ്റിൽ പറത്തിയും സമൂഹ മാധ്യമത്തിൽ ലൈവ് ഇട്ട യുവാവിനെ അബുദാബി പോലീസ് പിടികൂടി. ഇന്ന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തത്സമയം വീഡിയോ പങ്കുവച്ച യുവാവ് സാഹസിക യാത്ര നടത്തുകയായിരുന്നു. മറ്റു വാഹനങ്ങളെ അമിത വേഗത്തിൽ മറികടക്കുന്നതും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നതും ഈ ലൈവിൽ വ്യക്തമായിരുന്നു. കുവൈത്തിലെ ജനവാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകൾക്ക് പൂട്ടുവീഴും. 2028 ഇത്തരം മേഖലകളിലെ സ്കൂളുകൾ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാനോ പ്രവർത്തനം അവസാനിപ്പിക്കാനോ കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവിട്ടു. പാർപ്പിട മേഖലകളിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും താമസക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ഈ സ്കൂളുകൾക്ക് പ്രവർത്തനം ആരംഭിക്കാൻ അനുയോജ്യമായ മറ്റ് സ്ഥലങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയവും കുവൈത്ത് മുനിസിപ്പാലിറ്റിയും ചേർന്ന് കണ്ടെത്തുന്നുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വ്യോമാഭ്യാസ പ്രകടനങ്ങളും പ്രമാണിച്ച് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ജനുവരി 21 മുതൽ 26 വരെ ദിവസവും 2.5 മണിക്കൂർ വിമാന സർവീസുകൾ നിർത്തിവെക്കും. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിട്ടുള്ള വ്യോമസേനയുടെ പരിശീലനങ്ങൾ, റിഹേഴ്സൽ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയ്ക്കാണ് ഈ നിയന്ത്രണം. മാമി തിരോധാന കേസിൽ ഗൾഫിൽ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലുള്ളത് 4 പേർ. കേസിലെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിവരം. വെളിപ്പെടുത്തലിലുള്ള വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു. മാമി കാണാതാകും മുൻപ് ഗൾഫിലേക്ക് യാത്ര നടത്തിയിട്ടുള്ളത് അന്വേഷണ സംഘം പരിശോധിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരുമായൊക്കെ ഇടപെട്ടുവെന്നും പരിശോധിച്ചിരുന്നു. ഇത്തരത്തിൽ 3-4 പേരുടെ പങ്കിൽ വ്യക്തത കിട്ടാൻ അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നു. ഉംറ തീർത്ഥാടക മക്കയിൽ മരിച്ചു. മലപ്പുറം നിലമ്പൂർ മൂത്തേടം വടക്കേ കൈ സ്വദേശിനിയായ ആമിന പാലക്കപ്പറമ്പിലാണ് വ്യാഴാഴ്ച രാത്രി മക്കയിലെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ചത്. അലമീൻ ഉംറ ഗ്രൂപ്പിൽ 10 ദിവസത്തെ ഉംറ തീർത്ഥാടനത്തിനെത്തിയതായിരുന്നു. ഉംറ കർമ്മങ്ങൾക്ക് ശേഷം മദീന സന്ദർശനവും പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം. മക്ക അൽനൂർ ആശുപത്രിയിലുള്ള മൃതദേഹം മക്കയിൽ ഖബറടക്കമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സ്കൂളിൽ നടന്ന ഒരു യോഗത്തിനിടെ മറ്റൊരു വ്യക്തിയെ വാക്കാൽ അധിക്ഷേപിച്ച യുവതിക്ക് 7000 ദിർഹം പിഴ ചുമത്തി അബുദാബി കോടതി. പൊതുസ്ഥലത്ത് വെച്ച് മോശമായ ഭാഷ ഉപയോഗിച്ചതിനും അന്തസ്സിന് ഭംഗം വരുത്തിയതിനുമാണ് ശിക്ഷ. സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പങ്കെടുത്ത ഒരു ഔദ്യോഗിക യോഗത്തിനിടയിലാണ് സംഭവം. ചർച്ചയ്ക്കിടെ പ്രകോപിതയായ യുവതി പരാതിക്കാരിയായ വ്യക്തിക്കെതിരെ മോശമായ വാക്കുകൾ ഉപേക്ഷിക്കുകയും അധിക്ഷേപിക്കുകയുമായിരുന്നു. ഇതിനെതിരെ തുടർന്ന് ഇവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. അബുദാബി എമിറേറ്റിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് 9 തരം അനാരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. അമിതവണ്ണം, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ തടയുന്നതിനും പഠനത്തിൽ ശ്രദ്ധയും അക്കാദമിക് പ്രകടനവും മെച്ചപ്പെടുത്തുന്നതിനും ഈ തീരുമാനം സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നിരോധിച്ച ഭക്ഷണങ്ങളുടെ പട്ടികയിൽ പ്രധാനമായും സംസ്കരിച്ച മാംസങ്ങളായ സോസേജുകൾ, മോർട്ടഡെല്ല, ലഞ്ച് മീറ്റ് എന്നിവ ഉൾപ്പെടുന്നു. യുഎഇയിൽ വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിപടലങ്ങൾ നിറഞ്ഞതും ഭാഗികമായ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തീരദേശ വടക്കൻ മേഖലകളിൽ താഴ്ന്ന നിലയിലുള്ള മേഘങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ ബുള്ളറ്റിനിൽ പറയുന്നു. കുവൈറ്റിലെ ജലീബ് അൽ ഷോയുക്കൽ ഒരു വീടിനുള്ളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന വ്യാജ ഭക്ഷണ നിർമ്മാണശാലയും സംഭരണശാലയും ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം കണ്ടെത്തി. കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നിർമ്മിച്ചിരുന്ന ഈ ഫാക്ടറിയിൽ നിന്ന് വിവിധ അറബ്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 12 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് പുതുവത്സര സമ്മാനവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. യുഎഇ, സൗദി, ഒമാൻ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ അധിക ലഗേജ് കൊണ്ടുപോകാനുള്ള സൗകര്യമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.